എൻ്റെ പേര് ബാലമുരുകൻ എന്നാണ്. എൻ്റെ വീട് മൂന്നാറിലാണ്. ശരി. അവിടെ ഇപ്പോൾ അങ്ങനെ 3 സഹോദരന്മാരുണ്ട്. അച്ഛനമ്മയൊക്കെ വളരെ ചെറുപ്പത്തിലേ മരിച്ചു. പിന്നെ ഈ കാഴ്ചവൈകല്യം ഉള്ളതുകൊണ്ട് സഹോദരന്മാർ ഞാനൊരു ബാധ്യതയാണെന്ന് പറഞ്ഞിട്ട് എന്നെ കൈയൊഴിഞ്ഞു. അങ്ങനെയാണ് ഇപ്പോൾ ഇവിടെ വന്ന് പല സ്ഥലങ്ങളിലും താമസിച്ചു. ഓർഫനേജിലും അവിടെ ഇവിടെയൊക്കെ താമസിച്ചു. എറണാകുളത്ത് കുറേ കാലം ലോട്ടറി കച്ചവടമൊക്കെ ചെയ്തു. അപ്പോൾ കൊറോണ വന്നപ്പോൾ അത് ബുദ്ധിമുട്ടായി. അങ്ങനെയാണ് ഇവിടെ വന്നത്. ഓർഫനേജിലെ ഏകാന്ത ജീവിതം എനിക്ക് വളരെ മാനസിക പ്രയാസം ഉണ്ടാക്കി. അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ജീവിക്കണം എന്നൊരാഗ്രഹത്തിലാണ് ഇപ്പോൾ വണ്ടൂർ ഇവിടെ താമസിക്കുന്നത്. ഇവിടെ നാട്ടുകാരുടെ സഹായം കൊണ്ട് അങ്ങനെ ഒരു ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ചെറുത് വിദ്യാഭ്യാസമൊക്കെ എവിടെ നിന്നായിരുന്നു? അപ്പോൾ വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം ആലുവയിൽ നമ്മുടെ കാഴ്ചയില്ലാത്തൊരു സ്കൂളുണ്ടായിരുന്നു. 1-ാം ക്ലാസ് മുതൽ 7-ാം ക്ലാസ് വരെ നമ്മുടെ ലിവിങ് കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. ശേഷമുള്ള ഹൈസ്കൂളും സാധാ സ്കൂളുകളിലായിരുന്നു. പിന്നെ +2 കൂടെ കോഴിക്കോട് കുളത്തറ സ്കൂളിലാണ് പഠിച്ചത്. പിന്നെ ഡിഗ്രി കേരളവർമ്മ കോളേജിലായിരുന്നു. പിന്നെ B.Ed തൃശ്ശൂർ മോഡൽ ബോയ്സിലാണ് പഠിച്ചത്. അപ്പോൾ ഇതിന് ഈ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒക്കെ എങ്ങനെ എത്തിയ? എന്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് കണ്ടത്? അതെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് തന്നെയാണ് ഉള്ളത്. അതെവിടുന്നാ പഠിച്ചത്? അത് ഞാൻ ഇവിടെ തൃശ്ശൂർ കേരളവർമ്മ കോളേജിൽ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണല്ലോ. അതെ. അപ്പോൾ ഡിഗ്രി പഠനമൊക്കെ ഒരു STD ബൂത്തിൽ പാർട്ട് ടൈമായിട്ട് ജോലി ചെയ്തിട്ട് അതിൽ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഡിഗ്രി വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നെ B.Ed ഒരു സ്പോൺസറിനെ പത്രത്തിൽ ഇങ്ങനെ വാർത്ത കൊടുത്ത് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ആരെങ്കിലും സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഒരു വ്യക്തി സഹായിച്ചു. അപ്പോൾ B.Edൻ്റെ ഫീസുകളൊക്കെ അങ്ങനെ കൊടുത്ത് ആ പഠനം പൂർത്തിയാക്കി. ശേഷം എനിക്ക് പഠനപരമായിട്ട് മുന്നോട്ട് പോകാനായിട്ട് എനിക്ക് സപ്പോർട്ട് ചെയ്യാനും ഒന്നും ആരും ഉണ്ടായില്ല. അതുകൊണ്ട് അത് അങ്ങനെ മുന്നോട്ട് പോകാൻ സാധിച്ചില്ല. ഏട്ടൻ എവിടെയാണ് താമസം? ഇപ്പോൾ എവിടെയാണ്? ഞാനിവിടെ മഞ്ചേരി വണ്ടൂർ കരുനാലപ്പടിയിലാണ് താമസം. അപ്പോൾ എൻ്റെ ഒരു ഏറ്റവും വലിയ മനപ്രയാസം എന്ന് വെച്ചാൽ ഇങ്ങനെ നാട്ടുകാരുടെ മുന്നിൽ സഹായം കിട്ടിയിട്ടാണ് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇതിൽ എനിക്കൊരു ഭയങ്കര മനപ്രയാസമുണ്ട് ഒറ്റയ്ക്കൊക്കെ ഇരിക്കുമ്പോൾ. കാരണം എന്താണ് ജീവിതത്തിൽ ഇന്നും ഒരു അർത്ഥം ഉണ്ടായില്ലല്ലോ. എൻ്റെ ഒരു ആവശ്യം എന്ന് വെച്ചാൽ എനിക്കൊരു ചെറിയ എന്തെങ്കിലും ഒരു ജോലിയാണ് ഇപ്പോൾ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യം. കാരണം ഇതൊക്കെ നാട്ടുകാരുടെ സഹായത്തിനൊരു പരിധിയുണ്ട്. ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒറ്റയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഒരു 10 രൂപ മുടക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. പിന്നെ ആരും സഹായിക്കാനുമില്ല. എൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യം ഈ പഠിച്ച വിദ്യാഭ്യാസത്തിനൊത്ത് എന്തെങ്കിലും ഒരു ചെറിയ ജോലി കിട്ടിയാൽ എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരർത്ഥം ഉണ്ടാകുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ ഞാൻ കുട്ടിക്കാലം മുതലേ ഹാർമോണിയം നന്നായിട്ട് വായിക്കും. രാക്ഷസ രാജാവ് എന്ന സിനിമയിൽ സ്വപ്നം ധരിച്ചാൽ എന്നുള്ള പാട്ടിൽ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഞാൻ പിന്നെ പേപ്പർ കൊണ്ട് പല മോഡൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കും. ഇതിനെക്കുറിച്ചൊക്കെ ജീവൻ TV വന്നിട്ടുള്ളതാണ്. ബസ്, കാറ്, നക്ഷത്രം, അങ്ങനെ പേപ്പർ ബാഗ് അങ്ങനെ എല്ലാം തന്നെ ഉണ്ടാക്കാം. ടയർ കൊണ്ട് ചവിട്ടിയും സാരി കൊണ്ട് ചവിട്ടിയും ഇതൊക്കെ ഉണ്ടാക്കും. ചെറുതായിട്ട് പാട്ടൊക്കെ പാടും, ഹാർമോണിയം വായിക്കും. ദൈവം എല്ലാത്തിലും ഓരോന്നിലും എനിക്ക് പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും എനിക്ക് എവിടെയും തനിയെ യാത്ര ചെയ്യാനും കഴിയും. അതിലൊന്നും ഒരു പ്രയാസമില്ല. എൻ്റെ മാതൃഭാഷ തമിഴാണെങ്കിലും ഞാൻ മലയാളം ആണ് വിദ്യാഭ്യാസം നേടിയത്. അപ്പോൾ അതുപോലെ തന്നെ ഹിന്ദി, ഇംഗ്ലീഷ്, മലയാളം, തമിഴ് ഈ 4 ഭാഷയും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ എനിക്ക് ഉപയോഗിക്കാൻ സാധിക്കും. പിന്നെ എനിക്ക് കമ്പ്യൂട്ടർ വിദ്യാഭ്യാസമുണ്ട്. ഞാൻ കമ്പ്യൂട്ടർ അത്യാവശ്യം ഉപയോഗിക്കും. അതുപോലെ തന്നെ ടച്ച് മൊബൈലാണ് ഉപയോഗിക്കുന്നത്. അതിൽ വാട്സപ്പും ഗ്രൂപ്പുകളും കാര്യങ്ങളൊക്കെ എനിക്കുണ്ട്. എൻ്റെ സുഹൃത്തുക്കളെ വെച്ച് ഞാനൊരു വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ നടത്തിക്കൊണ്ട് പോകുന്നുണ്ട്. എനിക്ക് പിന്നെ ഞാൻ കസ്റ്റമർ കെയറിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട് എറണാകുളത്ത് റിലയൻസിൻ്റെ. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ഉള്ളതുകൊണ്ട് അതുപരമായി അത്തരത്തിൽ എന്തെങ്കിലും ജോലി ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ശരിക്കും B.Ed ആണല്ലോ, അപ്പോൾ അധ്യാപകൻ ആകാനുള്ള കഴിവ് എനിക്കുണ്ട്. അത് ചെയ്യാൻ സാധിക്കും.